ഹലോ എവരി വൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കി റിസൾട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, നോട്ടായിട്ട് എന്തെങ്കിലും എഴുതിയെടുക്കുന്നു, അതുകൊണ്ട് കാര്യമില്ല. അത് അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിന് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. ഹൗ ടു അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ. ഇതൊരു പ്രാക്ടിക്കൽ വിസ്ഡമാണ്. ഞാൻ ചെയ്ത കാര്യമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് ബുക്ക് വായിച്ചെടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ഐഡിയ മാത്രമേ കിട്ടത്തുള്ളൂ. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐഡിയ പോലെ ബുക്ക് വായിച്ചാൽ കിട്ടും. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇത് നടക്കത്തില്ല, അങ്ങനെ വർക്കൗട്ട് ആകത്തില്ല, ഇതൊരു മിത്താന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല. ലോ ഓഫ് ഗ്രാവിറ്റി പോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനും ഉണ്ട്. നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് അത് മനസ്സിലാവും, തെളിയും, നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളായി മാറുക. അങ്ങനത്തെ ഒരു വ്യക്തിയായി മാറാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തുടങ്ങുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആളെ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഉള്ള നെഗറ്റീവ് ആണെന്ന് മനസ്സിലാകത്തില്ല. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആളായി മാറുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലിസ്റ്റ് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക ആരൊക്കെയാണ് നെഗറ്റീവ്, നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയാണ് നെഗറ്റീവായിട്ട് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാലോചിച്ച് ഫിക്സ് ചെയ്യുക. പിന്നെ പോസിറ്റീവ് ആൾക്കാരുണ്ടല്ലോ, അവരെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ്, അവരെ അവോയ്ഡ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് സമയം കൊടുക്കാതിരിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവോയ്ഡ് ചെയ്യണം എന്ന് ആലോചിച്ച നെഗറ്റീവായിട്ടുള്ള ആൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നു, മുന്നോട്ട് വരുന്നു, അയാളോട് സംസാരിക്കാൻ തുടങ്ങുന്നു, എനിക്ക് മനസ്സിലാകുന്നു. പക്ഷെ ഞാൻ നടന്നു പോവില്ലേ, ആ പോണ വഴിക്ക് പുള്ളി ചോദിക്കുന്നു, ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്നു. അവിടെ ഞാൻ ടൈം കൊടുക്കുന്നില്ല. ടൈം കൊടുക്കാതെ വരുമ്പം എൻ്റെ വാല്യൂ ഇവിടെ കൂടും. ബോധപൂർവ്വം ചെയ്യുന്നത്. അയാൾ തീർച്ചയായിട്ടും ചിന്തിക്കും, എന്താണ് എനിക്കെന്ത് സംഭവിച്ചെന്ന് ചിന്തിക്കും. ഒന്നും മനസ്സിലാകത്തില്ല. കാരണം ഇത് അപ്ലൈ ചെയ്തത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് പിടികിട്ടത്തുള്ളൂ. ഒന്നും മനസ്സിലാകത്തില്ല. കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അയാൾ ചിന്തിക്കും. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ പോസിറ്റീവായി വന്ന് ഞാനുമായിട്ട് പിന്നെയും മിങ്കിൾ ചെയ്തവരുണ്ട്. അപ്പം നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരാളെ കണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് വെക്കുമല്ല, അവർ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് പോസിറ്റീവായിട്ട് ആൾക്കാർ സെലക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ല. കാര്യം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യല്ല ശരിക്കും പറഞ്ഞാൽ. അവർ ചോദിച്ചതിന് ഉത്തരം നമ്മൾ കൊടുത്തു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. മൊത്തത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്താലേ കാര്യം നടക്കത്തുള്ളൂ. ഓക്കെ, അവർക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. എന്താണെന്ന് അവർക്ക് മനസ്സിലാകത്തുമില്ല കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിയുമ്പം പിന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് ആൾക്കാരെ മിങ്കിൾ ചെയ്യില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ തമാശ പറഞ്ഞ് ചിരിക്കുന്നു, എല്ലാം കാണുന്നുണ്ട്, പക്ഷെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്നതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഒരു ബിസിനസ്സിലാണെങ്കിൽ അല്ലെ ജോലിയിലാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവായിട്ട് കാര്യം ചെയ്യാൻ പറ്റും, ഒരു റിസ്ക് എടുക്കാൻ പറ്റും ഒരു തീരുമാനത്തിൽ. അപ്പോൾ അവിടെ നമുക്കൊന്ന് പാളിയാൽ ഈ പോസിറ്റീവായിട്ട് ആൾക്കാരാണ് നമ്മൾ ചുറ്റുമെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. സോ ഓക്കെ, സാരമില്ല, നെക്സ്റ്റ് ടൈം ശരിയായിക്കോളും, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടും എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. മറ്റവരങ്ങനെയല്ല, നോക്കി നിൽക്കുക. നമ്മളെ ഭാഗത്ത് നിന്ന് ഫോൾട്ട് വരാൻ വേണ്ടി നമ്മളെ ആക്രമിക്കും, കടന്നാക്രമിക്കും. അപ്പം നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ മേലാത്ത രീതിയിലാവും. അതുകൊണ്ടാണ് അവരെ അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ മിങ്കിൾ ചെയ്യുമ്പം അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അവിടെ ഒരു മാസ്റ്റർ മൈൻഡ് ഫോം ചെയ്യും. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അവർ നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും, ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. നമുക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു പുറകോട്ട് പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്ക് ഉണ്ടെങ്കിൽ അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. ലൈഫ് ലോങ് ആ റിലേഷൻഷിപ്പ് നന്നായിരിക്കും.
അതുപോലെ തന്നെയാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോഴും ആ പോസിറ്റീവായിട്ടുള്ള പ്രീമിയം കസ്റ്റമേഴ്സിനെയാണ് നിങ്ങൾ സർവീസ് കൊടുക്കുന്നതെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യും, അവർ അടുത്ത ക്ലയൻറ്റിനെ നമുക്ക് കൊണ്ടുതരും, അതങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏത് കാര്യത്തിനും ഇത് നല്ലതാണ്. നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ. നിങ്ങൾക്ക് ആർക്കുകളിൽ അയച്ചു കൊടുക്കാം, സ്പോർട്സ് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാം. സ്പോർട്സിലുള്ളവർ അവരുടെ ലീഡർഷിപ്പ് സ്കിൽ ഡെവലപ്പ് ചെയ്യും, അവർക്ക് നല്ല ടീമിനെ സെലക്ട് ചെയ്യാൻ പറ്റും, അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ നീക്കാൻ പറ്റും അവരുടെ ടീമിനെ. ബിസിനസ്സുകാർക്ക് അയച്ചു കൊടുക്കാം, കാര്യം അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും, അവരുടെ ക്ലയൻസിനെ എല്ലാം സെയിം കാര്യമാണ് വരുന്നത്. പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെയാണ് എല്ലായിടത്തും സെലക്ഷൻ കൂടുതൽ വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ബിസിനസ്സിലെല്ലാം മാറ്റം വരും, ജോലിയിൽ ഉയർച്ച ഉണ്ടാവും, സ്റ്റുഡൻസിന് അവരുടെ പഠിത്തത്തിനകത്തെല്ലാം മാറ്റം വരും. അപ്പം ശരിക്കും നമ്മൾ ഒരാളെ അവോയ്ഡ് ചെയ്യുകയല്ല ചെയ്തേക്കുന്നത്, അതും ആലോചിക്കണം. നമ്മൾ ആ ആളെ മാറ്റി നിർത്തി ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടൊരു അവോയ്ഡിങ് അല്ല. നമ്മൾ അവരുമായിട്ട് ഇടപെടുന്നുണ്ട്, പക്ഷെ ടൈം കൊടുക്കുന്നില്ല, അതേ ഉള്ളൂ. ആ ടോട്ടൽ അപ്രോച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ ട്രാക്കിലൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചേയും മനസ്സിലാവും ചുറ്റും നടക്കുന്നതിൻ്റെ കാരണം. പലരും നമ്മളോട് കണക്ട് ചെയ്ത് വരുമല്ലോ, നെഗറ്റീവായിട്ടുള്ള ആളുകൾ പോസിറ്റീവായി മാറും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളാണ് ഇതിന് റീസൺ എന്ന് മനസ്സിലാവും, നമ്മളാണ് ചേഞ്ച് വേണ്ടത്. മറ്റുള്ളവരുടെ ചേഞ്ച് ആണ് നമ്മൾ ആലോചിച്ചതെന്നാണ് തെറ്റെന്ന് മനസ്സിലാവും. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 മാസം എടുക്കും, പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകാത്ത അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം 1 മാസത്തെ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകത്തുള്ളൂ. പക്ഷെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഈ പറയുന്നത്. മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ, അതിപ്പോഴതൊന്നും പിടികിട്ടത്തില്ല. അത് ഏറ്റവും കുറച്ചുകൂടെ കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊരു ട്രാൻസ്ഫോം ആയി കഴിഞ്ഞാൽ അത് പിടികിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കേണ്ടതെന്ന് എല്ലാം മനസ്സിലാക്കുക. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളാണ് കേന്ദ്രം. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവ് ആൾക്കാർ വരുന്നു. ഇതെല്ലാം നിങ്ങളുടെ തോട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചത്. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പം ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ആൾക്കാരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതും സാഹചര്യങ്ങളും വ്യക്തികളെ എല്ലാം സാഹചര്യം ഒരു മാറുവാണ്. നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ സാഹചര്യം അല്ല ഇനി ഈ മാസത്തെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ 30 ദിവസത്തെ സാഹചര്യം നിങ്ങളുടെ. ആ സാഹചര്യം മാറുന്നതും എല്ലാം നിങ്ങൾ ആണ് ഘടകം എന്നും നിങ്ങളുടെ ചിന്തയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റേത് ഒരു ലോകമുണ്ട്, ആ ലോകത്തിൽ കിടന്ന് വട്ടം കറങ്ങുക. എന്താണ് ചെയ്യാൻ പറ്റാത്തത്? എന്ത് ചെയ്താലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ബിസിനസ് ചെയ്താൽ പരാജയം, ജോലിയിൽ ഉയർച്ചയില്ല, വീട്ടിൽ സമാധാനമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൊത്തം മാറ്റിമറിക്കും, കാര്യങ്ങൾ മുഴുവൻ മാറും. അതിന് കാരണം നിങ്ങളാണ്, നിങ്ങളുടെ ചിന്തയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴേ ചിലപ്പോൾ പിടികിട്ടത്തുള്ളൂ. അങ്ങനെ കോൺഷ്യസ് ആയിട്ട് പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കേട്ടു കഴിഞ്ഞാൽ 100 പേര് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 പേര് മാത്രം, 2% മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യത്തുള്ളൂ. ബാക്കി 98 പേരും കേൾക്കും, അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ആ 2 പേരിൽ, ആ 2% പെടാൻ നിങ്ങൾ വേണം ശ്രമിക്കാൻ. നിങ്ങൾ അതിനുവേണ്ടി ആക്ട് ചെയ്യണം, ബോധപൂർവം ആക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെല്ലാം അപ്ലൈ ചെയ്താൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. കേൾക്കുന്ന എല്ലാവർക്കും ഗുണം കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബോധ്യമായെന്ന് മനസ്സിലാകുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ എനിക്ക് അയക്കാം. കൂടുതൽ വീഡിയോസ് ഞാൻ അടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സ്റ്റുഡൻസിന് ഷെയർ ചെയ്യാം. അവരുടെ പഠിത്ത കാര്യങ്ങളിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ വരും. ഏത് മേഖലയിൽപ്പെട്ട ആൾക്കാർക്കും അയച്ചു കൊടുക്കാം, കാര്യം അവരുടെ ലൈഫ് കംപ്ലീറ്റ് ചേഞ്ച് ആവുക. ഓക്കെ, കാര്യം എൻ്റെ കയ്യിൽ അതിനുള്ള എവിഡൻസ് ഉണ്ട്. ഞാൻ ട്രെയിനിങ് കൊടുത്ത് ഓൾറെഡി മാറ്റിയ ആൾക്കാരുണ്ട്. എനിക്കതിനകത്ത് പൂർണ്ണമായ അറിവോടുകൂടിയാണ് ഞാനത് പറയുന്നത്. നിങ്ങൾക്കത് ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. Bye for now.